ഒമാന്റെ ഇടപെടലിലൂടെ യമനിൽ ഹൂതികൾ തടവിലാക്കിയ മലയാളികളടക്കമുള്ളവർക്ക് മോചനം. ചെങ്കടലിൽ കപ്പൽ ആക്രമിച്ച് യമനിലെ ഹൂതികൾ ബന്ദികളാക്കിയവരിൽ 11 ജീവനക്കാരെയാണ് മോചിപ്പിച്ചത്. ആലപ്പുഴ കായംകുളം സ്വദേശി അനിൽകുമാർ രവീന്ദ്രനാണ് മോചിതനായ മലയാളി. കഴിഞ്ഞ ജൂലൈ 7-നാണ് ഗ്രീക്ക് കമ്പനിയുടെ ലൈബീരിയൻ രജിസ്ട്രേഷനുള്ള MV Eternity C എന്ന ചരക്ക് കപ്പൽ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നാലെ കപ്പൽ കടലിൽ മുങ്ങിയിരുന്നു. തുടർന്ന് ജീവനക്കാരെ ഹൂതികൾ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അനിൽകുമാർ രവീന്ദ്രനെ കൂടാതെ 10 ഫിലിപ്പൈൻ സ്വദേശികളാണ് തടവിലായത്. ഒമാൻ സുൽത്താനേറ്റിന്റെ നയതന്ത്ര ഇടപെടലിലൂടെയാണ് ബന്ദികളുടെ മോചനം സാധ്യമായത്. യമനിലെ സനയിൽ നിന്ന് ഒമാൻ റോയൽ എയർഫോഴ്സ് വിമാനത്തിൽ ബുധനാഴ്ച രാത്രി 11 പേരെയും മസ്കത്തിലെത്തിച്ചിരുന്നു. തുടർന്ന് ഇവർക്ക് മസ്കറ്റിൽ സ്വീകരണം നൽകി. എല്ലാ പൗരന്മാരെയും അതത് എംബസികൾക്ക് കൈമാറി. അനിൽകുമാറിനെ മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതായി ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. അനിൽകുമാറിനെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമയോചിത പരിശ്രമങ്ങൾ ഉണ്ടായതായും മോചനം സാധ്യമാക്കാൻ ഇടപെട്ട ഒമാൻ സുൽത്താനേറ്റിന് നന്ദി അറിയിക്കുന്നതായും എംബസി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.